അപമാനിക്കുകയെന്ന ദുരുദ്ദേശം. പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ. ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ അമ്മ പ്രസിഡന്റ് കൂടിയായ ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. ജനപ്രതിനിധി കൂടിയായ തന്നെ അപമാനിക്കുകയെന്ന ദുരുദ്ദേശത്തോടെയാണ് അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷിയാക്കിയതെന്ന് പിഷാരടി പറഞ്ഞു. നിയമപരമായ അടിത്തറയോ ന്യായീകരണമോ ഇല്ലാതെയാണ് തന്നെ ഈ കേസിൽ എതിർകക്ഷിയാക്കി ചേർത്തിട്ടുള്ളതെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണെന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പിഷാരടി പറയുന്നു. അമ്മയുടെ നടത്തിപ്പിന് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചതിന് പിഷാരടിയെ എതിർകക്ഷിയാക്കി ശ്വേതയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പിഷാരടിയുടെ ആവശ്യം. എന്നാൽ അഡ്ഹോക് കമ്മിറ്റിയുടെ തലപ്പത്തുനിന്നും സ്വമേധയാ തന്നെ ഒഴിഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്നും ആണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം പങ്കെടുത്ത് 1 മണിക്കൂറിന് ശേഷം പാലക്കാട്ടേക്ക് മടങ്ങിയെന്നും പിഷാരടി പറയുന്നു. അതിനുശേഷം അമ്മയിൽ എന്തൊക്കെ ഉണ്ടായെന്നറിയില്ല. പിന്നീട് ശ്വേതാ മേനോന് നേരെ കണക്കുകൾ സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നു. തുടർന്ന് ശ്വേത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് രാജിവെക്കുകയാണെന്ന് അറിയിച്ച ശേഷം സ്ഥലത്തു നിന്നും പോയെന്ന് ചില മുതിർന്ന അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. പ്രസിഡന്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ച സാഹചര്യത്തിൽ അടുത്ത കമ്മിറ്റി വരുന്നതുവരെ താൽക്കാലികമായി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയാണെന്ന് മുതിർന്ന അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇതിന് നേതൃത്വം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ സംഘടനയുടെ നല്ലതിനു വേണ്ടി അക്കാര്യം സമ്മതിച്ചു. ഇതിൻ്റെ പിറ്റേന്ന് അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നു. തുടർന്നാണ് ഈ പദവി തനിക്ക് ചേരില്ലെന്ന് മനസ്സിലായത്. പ്രത്യേകിച്ച് MLA ആയിരിക്കുന്ന സാഹചര്യത്തിൽ. അഡ്ഹോക് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കാൻ തന്നോട് പറഞ്ഞ മുതിർന്ന അംഗങ്ങൾ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ രേഖകളോ മിനിറ്റ്സോ കൈവശം വെക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ ഇരിക്കെയാണ് ശ്വേതാ മേനോൻ തന്നെ എതിർകക്ഷിയാക്കി കേസ് കൊടുത്തിരിക്കുന്നതും വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും. ഈ സാഹചര്യത്തിൽ കേസിൽ എതിർകക്ഷിയായിരിക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ലെന്ന് പിഷാരടി പറയുന്നു. അപ്പോൾ പിഷാരടിയുടെ വാക്കുകളോട് യോജിക്കുന്നുവോ അത് എതിർക്കുന്നുവോ? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.